ശ്രീ സിബി സത്തിന് ഈ 41 പേരുടെ പിന്തുണ കൂടി വേണം 2/3 ഭൂരിപക്ഷത്തിന് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കണക്കാണ്. കാരണം അത്രയും ആണ് പരമാവധി, അതായത് പരമാവധി വേണ്ടി വരിക എന്നുള്ളതാണ്. പക്ഷേ പല സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ അത്രയും എം പിമാരുടെ ആവശ്യം വരികയുമില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ ബില്ലിൻ്റെ, ഈ വനിതാ സംവരണ ബില്ലിൻ്റെ ചരിത്രമായ ഒരു കാര്യമാണല്ലോ അന്ന് ഏപ്രിൽ മാസത്തിൽ നടന്ന ബില്ലിൻ്റെ വോട്ടെടുപ്പ്. ആ സമയത്ത് ഈ പറയുന്ന 540 അംഗങ്ങളില്ലായിരുന്നു, 528 അംഗങ്ങളെ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 360 പോലും വേണ്ടി വരില്ല ചില ഘട്ടങ്ങളിൽ. അപ്പോൾ ഇത് അതിലേക്കുള്ള യാത്ര അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ, അതോ ബുദ്ധിമുട്ടാണോ 2/3 ഭൂരിപക്ഷം കിട്ടുവാൻ NDAക്ക് ലോക്സഭയിൽ? രാജ്യസഭയുടെ നമുക്ക് പ്രത്യേകിച്ച് ചർച്ച ചെയ്യാം, കാരണം അവിടെ അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. 14 അംഗങ്ങളുടെ കുറവ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ശരി സിബി. മഞ്ജുഷ, ജനാധിപത്യത്തെ പട്ടാപ്പകൽ തെരുവിൽ കൊലപ്പെടുത്തുന്നതിനും ജനഹിതം അട്ടിമറിക്കുന്നതിനും നമ്മൾ പുതുതായി വിളിക്കുന്ന പേരാണ് ടാറ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? BJP ഇപ്പം ചെയ്യുന്ന ഏറ്റവും ജനഹിതത്തെ എങ്ങനെയൊക്കെ അട്ടിമറിക്കാമോ, അതിന് ധനമായാലും അല്ലാതെ മറ്റു മാർഗങ്ങളായാലും ആവശ്യത്തിലേറെ ഉപയോഗിച്ചുകൊണ്ട് MPമാരെയും MLAമാരെയൊക്കെ പിളർത്തി രാഷ്ട്രീയ പാർട്ടികളെ, ചെറുകിട പാർട്ടികളെയൊക്കെ നിത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ശവക്കല്ലറയിലേക്ക് അയച്ച് കംപ്ലീറ്റ് ആയിട്ട് ജനാധിപത്യത്തെയും ജനഹിതത്തെയും അട്ടിമറിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ MPമാരെയും MLAമാരെയും സ്വന്തം പാളയത്തിലേക്ക് കൂട്ടുന്ന വളരെ ഹീനമായ, നിർലജ്ജമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനെ ടാറ്റിക്സ് എന്നും അത് ഞങ്ങളുടെ വീരസ്യമാണ് എന്നും പറഞ്ഞു വരുന്നതിൽ ഈ പറഞ്ഞതുപോലെ BJP നേതാക്കന്മാർക്കാർക്കും അല്പം പോലും നാണക്കേടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഭീകരമായ മറ്റൊരു വസ്തുത. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവർ പറയുന്നത് ഈ പറഞ്ഞ സനാതന ധർമ്മത്തെ കുറിച്ചൊക്കെയാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും അതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴും ഇവർ പറയുന്ന സനാതന ധർമ്മം, അതുപോലുള്ള സംഭവങ്ങൾ, തത്വസംഹിതകൾ, ഉപനിഷത്ത്, ഭഗവത്ഗീത തുടങ്ങിയ ഭയങ്കര സംഭവങ്ങളൊക്കെ അടിച്ചിറക്കിയിട്ട് ഇവർ പുറത്തോട്ടിറങ്ങി ചെയ്യുന്നത് എന്താണ്? കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്തിട്ട് MPമാരെ വിലക്കെടുക്കുക. പണ്ട് ഈ പറഞ്ഞ കുതിരക്കച്ചവടം ഒരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് കുതിരക്കച്ചവടം വ്യാപകമായപ്പോൾ ഒരു പരിധി വിട്ടപ്പോൾ കോൺഗ്രസ് തന്നെയാണ് ഇത് അവസാനിപ്പിക്കണമെന്നൊരു തീരുമാനമെടുത്തിട്ട് കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത്. അന്ന് 2, 3, 4 MPമാരെയും MLAമാരെയൊക്കെ അടർത്തിയെടുത്തിട്ടാണ് ഈ പറഞ്ഞതുപോലെ വൃത്തികെട്ട കളി കളിച്ചിരുന്നത്. കാരണം അന്ന് അത്രയും പേരൊക്കെ വീഴുന്നുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് മിനിമം 3-2 പേര് എങ്കിലും മാറിയെങ്കിൽ മാത്രമേ ഒരു പിളർപ്പുണ്ടാകൂ, അല്ലെങ്കിൽ ആ പിളർപ്പ് നിയമപരമാകൂ എന്ന് പറയുന്ന ഒരു ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്നത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പോ ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപ കോർപ്പറേറ്റ് പണം ഉപയോഗിച്ചിട്ട് ഒരു പാർട്ടിയെ മൊത്തത്തിലൊക്കെ വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. 3-2 അല്ല, 3-3 1-2 കുറവ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ മൊത്തമായിട്ട് വിലയ്ക്ക് വാങ്ങിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് BJP വളർന്നിരിക്കുന്നു. 1-2 പേരെ പേരിന് മാത്രം അപ്പുറത്ത് നിർത്തിയിരിക്കുകയാണ്, ബാക്കി മുഴുവൻ പേരെയും വിലയ്ക്ക് വാങ്ങുന്നു. ഇതെങ്ങനെയാണ് ജനാധിപത്യമാവുന്നത്? ഇതെങ്ങനെയാണ് ജനാധിപത്യത്തിന് ടാക്ടിക്സ് ആവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് NCPയെയും ശിവസേനയും ഇവർ പിളർത്തി. ഇപ്പൊ എന്താണ് ശിവസേനയെ വീണ്ടും 2ാം വട്ടം പിളർത്തുന്നു. ഈ ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നതും ചില വളരെ ഏറ്റവും ബേസിക്കായ എത്തിക്സ് എന്ന് ഉണ്ടല്ലോ ശ്രീ സിബി സത്യൻ. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് 20 MPമാർ NDA പാളയത്തിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് അത് മമതാ ബാനർജിയോടുള്ള എതിർപ്പ് കാരണമാണ്. മമത അവിടെ തോറ്റമ്പിയപ്പോൾ പിന്നെ അവരുടെ കൂടെ നിൽക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. അതിൽ BJP കളിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട്. പക്ഷേ അവിടെ തൃണമൂൽ കോൺഗ്രസിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. DMKയുടെ കാര്യമെടുക്കാം. കോൺഗ്രസിന്റെ പ്രശ്നം കൊണ്ടല്ലേ അവിടെ DMK ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്? അല്ലാതെ അവിടെ DMKയുടെ കേസ് വളരെ വ്യത്യസ്തമായ ഒരു കേസാണ് മഞ്ജുഷ. അത് നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല. കാരണം DMK പണ്ടൊരു കാലത്ത് NDAയുമായിട്ട് സഖ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ്. അതിനുശേഷം അത് ഇന്ത്യ സഖ്യത്തിൽ വരികയും ഉറച്ചു നിൽക്കുകയും ചെയ്തു. എന്ന് മാത്രവുമല്ല, സൗത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ട് ഏറ്റവും ശക്തിയുക്തം നിന്ന് BJPയുടെ സവർണ അജണ്ടയെ അതിഗംഭീരമായി പൊരുതി പരാജയപ്പെടുത്തിയ ഒരു ടീം കൂടിയാണ് DMK. DMK ഇന്നോ നാളെയോ ഒരു ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറിയതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വിജയിന്റെ പാർട്ടി വിജയിക്കുകയും അതുവരെ അവരോടൊപ്പം നിന്ന കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ വിജയിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുകയും, കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, അതൊരു നിർണായകമായ ഘട്ടമായിരുന്നു. ഒരുപക്ഷെ വിജയിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ച് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ അപ്പുറത്തേക്ക് പോകണമെന്ന് ചിലപ്പോൾ പോയെന്ന് വരില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വിജയിന്റെ ഒരു ഭൂരിപക്ഷം കിട്ടുകയും എന്നാൽ അദ്ദേഹത്തിന് സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതാവുകയും, അങ്ങനെ ആ ഭൂരിപക്ഷം തെളിയിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കൂ എന്ന് ഗവർണർ ഒരു നിലപാടെടുക്കുകയും ചെയ്ത ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒരു കോൺഗ്രസിന് അവർക്ക് പിന്തുണ കൊടുക്കേണ്ടി വന്നു.
അത് ഓക്കെ, അതിനകത്ത് ചില അന്യായങ്ങളുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. കാരണം അത് DMK-യുടെ പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. അവർ പറയുന്നത് അവരുടെ വളരെ സ്വാഭാവികമായ ഒരു പരിഭവം പറച്ചിലാണ്. ഞങ്ങളൊരു വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നു. എന്നിട്ട് അവിടെ പോയി NDA-യുടെ ഈ 3/2 ഭൂരിപക്ഷം ലോക്സഭയിൽ ഉറപ്പിക്കുവാനുള്ള നീക്കം വിജയിക്കണമെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യം എന്ന് പറയുന്നത് DMK ഒപ്പം കൂടുക എന്നുള്ളതാണ്. 22 MP-മാർ എന്നുള്ളത് ചില്ലറയല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ തന്നെ അതിപ്പോൾ 240 കടക്കും ആ അംഗസംഖ്യ. അതിനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? പ്രത്യേകിച്ച് വനിതാ സംവരണ ബില്ലാണ് പരിഗണനയ്ക്ക് വരുന്നത്, മണ്ഡല പുനർക്രമീകരണ ബില്ലാണ് പരിഗണനയ്ക്ക് വരുന്നത്. അതിനെ എന്ത് വന്നാലും DMK അനുകൂലിക്കുകയില്ലല്ലോ. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കൂടില്ല എന്നുള്ള കാര്യം കൂടി വരുമ്പോൾ. അതെ, ഇപ്പൊ ഇന്ത്യ മുന്നണിയുമായിട്ട് നിലവിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല DMK ഉടൻ തന്നെ ഒരു സംഘപരിവാർ അജണ്ടയുമായി ചേർന്ന് പോകും എന്ന ഒരു കാരണവശാലും എനിക്ക് തൽക്കാലത്തെ അവസ്ഥയിൽ തോന്നുന്നില്ല. ഇനി നാളെ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണം DMK-ക്ക് അത്തരം ഒരു ഭൂതകാലം ഉണ്ടായതുകൊണ്ട് ഇനി പുതുതായിട്ട് അത്തരത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണയില്ല. പക്ഷെ സാധാരണഗതിയിൽ ഇതുവരെ അവരുടെ കഴിഞ്ഞ ഒരു 15 വർഷത്തെ നിലപാട് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അത്തരത്തിലൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അവർ കുറച്ചു കാലമെങ്കിലും അവർ ഈ പറഞ്ഞ ഇന്ത്യ സഖ്യത്തോട് പരിഭവം ഉണ്ടെങ്കിലും അവരൊരു പ്രതിപക്ഷ സഖ്യകക്ഷിയായിട്ട് അല്ലെങ്കിൽ ഒരു ആന്റി BJP അല്ലെങ്കിൽ ആന്റി NDA സഖ്യമായിട്ട് തന്നെ നിലനിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ പോലെ 3/2 ഭൂരിപക്ഷം തയ്ക്കാൻ ഇപ്പൊ ഏറ്റവും അടുത്ത പരിപാടി വരുന്നുണ്ട്. അത് സമാജ്വാദി പാർട്ടിയുടെ MP-മാരെ വിലക്കെടുക്കൽ ചടങ്ങാണ്. അതിന്റെ ഈ പറഞ്ഞതുപോലെ 2ാം ഘട്ടത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നു എന്നാണ് ഏറെക്കുറെ മനസ്സിലാവുന്നത്. കാരണം UP-യിലെ ഇലക്ഷൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലാണ്. ചിലപ്പോൾ 2 മാസം മുന്നോട്ടാക്കി ഡിസംബറിൽ നടത്തിയേക്കും എന്നൊരു സ്തുതിയുണ്ട്. അപ്പൊ അങ്ങനെ അതിങ്ങനെ തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഏത് തരത്തിലും സമാജ്വാദി പാർട്ടിയിൽ ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി എന്ന് പറയുന്നത്, കാരണം ഒരുപക്ഷെ ഒരു ആന്റി ഇൻകംബൻസി UP-യിൽ ഉണ്ടാകുമോ എന്ന് BJP ഭയപ്പെടുന്നുണ്ട്. ഒരു സംസ്ഥാനം എന്ന നിലയിൽ UP നഷ്ടപ്പെടുക, കാരണം ലോക്സഭാ ഇലക്ഷനിൽ UP-യിലെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UP-യിലെ ഭൂരിപക്ഷം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് BJP-ക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അപ്പൊ അതുകൊണ്ട് സമാജ്വാദി പാർട്ടി ആയിരിക്കുമെന്നാണല്ലേ? അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സമാജ്വാദി പാർട്ടിയിലേക്കാണ് 24 അല്ല 25 MP-മാരെയെങ്കിലും അടർത്തിയെടുക്കേണ്ടി വരും കൂറുമാറ്റ നിരോധനം. 27 to 28 അവർ അവകാശപ്പെടുന്ന ഒരു നമ്പർ. സ്വാഭാവികമായിട്ടും കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകൾ അവിടെ ചെന്നിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ശിവസേന പാർട്ടിയിൽ നിന്ന് MP-മാരെ അടർത്തിയെടുത്താൽ 3/2 ആയി കഴിഞ്ഞു കേട്ടോ. 3/2 വരുവാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ചെറിയ പാർട്ടികളാണ് 38 MP-മാർ എന്തോ പല പാർട്ടികളിലുമായിട്ട് ഉണ്ട്. അവരിൽ നിന്ന് അടർത്തിയെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പോൾ 3/2 ഭൂരിപക്ഷം ഉറപ്പിക്കുവാനും കഴിയും. അതെ ഇത് ചോദ്യം അതല്ലല്ലോ മഞ്ജുഷേ, ചോദ്യം അതല്ലല്ലോ. 3/2 ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതല്ലോ. 3/2 ഭൂരിപക്ഷത്തിന് എന്ത് ഹീനമായ മാർഗങ്ങളും ഉപയോഗിക്കാമെന്നുള്ളതാണോ? 3/2 ഭൂരിപക്ഷത്തിന് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയും പട്ടാപ്പകൽ കൊലപ്പെടുത്തുകയും ചെയ്യാമെന്നുള്ളതാണോ? അതിനുവേണ്ടി ജനഹിതം ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതാണോ? കാര്യങ്ങളൊക്കെ എന്താണ്? ഇത് അധികാരം ഉറപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ പോകാതിരിക്കാനുള്ള ശ്രമമല്ല കേട്ടോ. ഇത് 3/2 ഭൂരിപക്ഷം എന്നുള്ളതാണ്. ഭരണഘടനാ ഭേദഗതിക്ക് പൂർണ്ണ പിന്തുണ കിട്ടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.